നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തുർക്കി എത്തി. എന്തിനാണ് ഈ തുർക്കി പാകിസ്ഥാനെ സഹായിക്കാനായി എത്തിയിരിക്കുന്നത്? നിൽക്കാൻ ശേഷിയില്ലാതെ വാക്കുകൊണ്ട് മാത്രം ബോംബിടുന്ന, വാക്കുകൊണ്ട് യുദ്ധം ചെയ്യുന്ന പാകിസ്ഥാനെ ഒരു കമ്പ് കൊടുത്തെങ്കിലും സഹായിക്കാമെന്ന പേരിൽ തുർക്കി എത്തിയിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ തുർക്കിയുടെ പതനം അമേരിക്കയുടെ കൈകൊണ്ട് എന്ന് പറഞ്ഞു നിൽക്കുന്നിടത്താണ് തുർക്കിയും വരവ്. തുർക്കിഷ് സൈനിക വിമാനം പാകിസ്ഥാനിൽ ഇറങ്ങിയത് എന്തിന്? ഒടുവിൽ വിശദീകരിക്കുകയാണ് തുർക്കി ഇവിടെ. ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളാകുന്നതിനിടയിൽ പാകിസ്ഥാന് തുർക്കി ആയുധങ്ങൾ എത്തിച്ചതായുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതിൽ വിശദീകരണം നൽകുകയാണ് തുർക്കിഷ് പ്രസിഡന്റ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടറേറ്റ് ചെയ്യുന്നത്. തുർക്കിയിൽ നിന്നുള്ള ഒരു ചരക്ക് വിമാനം ഇന്ധനം നിറയ്ക്കുന്നതിനായി പാകിസ്ഥാനിൽ ഇറങ്ങി. പിന്നീടത് യാത്ര തുടരുകയും ചെയ്തു. ഔദ്യോഗിക വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും പ്രസ്താവനകൾ അല്ലാതെ ഊഹാപോഹ വാർത്തകളെ ആശ്രയിക്കരുത് എന്നും തുർക്കി പ്രതികരിച്ചതായാണ് റിപ്പോർട്ട്. അതായത് തുർക്കി പാകിസ്ഥാനെ സഹായിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ്. ഞങ്ങൾ ആരെയും സഹായിച്ചിട്ടില്ല എന്ന് വ്യക്തമായി പറയുന്നതിന് പകരം ചുറ്റിക്കറങ്ങി വളഞ്ഞ് ഞങ്ങൾ ഒരു സഹായം ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് പാകിസ്ഥാന് ആയുധം നൽകി ഞങ്ങൾ സഹായിച്ചു എന്ന് ഇന്ത്യയോ അമേരിക്കയോ അറിയുകയാണെങ്കിൽ നേരെ അമേരിക്കയും ഇന്ത്യയും ഞങ്ങളിലേക്ക് തിരിയുമെന്നും അമേരിക്കയും ഇന്ത്യയെ ഒരുപോലെ തുർക്കി ഭയക്കുന്നുണ്ട് എന്നതിനും ഏറ്റവും വലിയ തെളിവാണ് ഇത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലും യുദ്ധഭീതി ഉണർന്നു വരുന്ന സാഹചര്യത്തിലും തുർക്കിയുടെ C-130E സൈനിക ഗതാഗത വിമാനം പാകിസ്ഥാനിൽ എത്തിയത് വലിയ ആശങ്കകൾക്ക് വഴിയൊരുക്കിയിരുന്നു. പാകിസ്ഥാന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളിൽ ഒന്നായ തുർക്കി രാജ്യത്തിന് അടിയന്തരമായി ആയുധങ്ങൾ എത്തിച്ചിട്ടുണ്ടാകാമെന്നായിരുന്നു അഭ്യൂഹങ്ങൾ നിറഞ്ഞിരുന്നത്. സൈനിക ഉപകരണങ്ങൾ എത്തിക്കുന്നതിനായി ഒരു തുർക്കി C-130E ഹെർക്കുലീസ് വിമാനം കറാച്ചിയിൽ ഇറങ്ങിയതായി സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രചാരണമാണ് നടന്നത്. ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് ട്രാക്കർമാർ പ്രസിദ്ധീകരിച്ച ഈ ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡേറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഈ റിപ്പോർട്ടുകൾ. ഏപ്രിൽ 28-ന് വിമാനം അറബിക്കടലിന് മുകളിലൂടെ പറക്കുന്നത് കണ്ടുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. RC-130E വിമാനങ്ങൾ പാകിസ്ഥാനിൽ ഇറങ്ങിയതായും ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതെല്ലാം എക്സിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. നിരവധി ഇന്ത്യൻ അക്കാദമീഷ്യന്മാർ, സൈനിക വിശകലന വിദഗ്ധർമാർ, ജിയോ പൊളിറ്റിക്കൽ വിദഗ്ധർമാർ, നെറ്റിസന്മാർ എന്നിവർ ഈ സംഭവത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ സൈന്യത്തിൽ നിന്നുള്ള ആക്രമണം ഭയന്ന് പാകിസ്ഥാൻ സൈന്യം അതീവ ജാഗ്രതയിലാണ്. ചൈന പാകിസ്ഥാന് PL-15 ദീർഘദൂര മിസൈലുകൾ വിതരണം ചെയ്യുന്നുണ്ട് എന്ന സൂചനകൾക്ക് പിന്നാലെയായിരുന്നു തുർക്കി പാകിസ്ഥാന് സൈനിക ചരക്ക് വിതരണം ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ഈ റിപ്പോർട്ടുകളെ കുറിച്ച് ചൈന ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. ചൈനയെ പോലെ തന്നെ പാകിസ്ഥാന്റെ അടുത്ത സഖ്യകക്ഷിയാണ് തുർക്കിയും. ഇസ്ലാമിക ലോകത്ത് നേതൃത്വം ഏറ്റെടുക്കുക എന്ന പൊതുവായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ശക്തമായ സൈനിക സഹകരണമാണ് ഉണ്ടായിട്ടുള്ളത്. കശ്മീർ വിഷയത്തിൽ തുർക്കി പാകിസ്ഥാന് നേരെ തന്നെ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. 2025 ഫെബ്രുവരിയിൽ ഷഹബാസ് ഷെരീഫുമായുള്ള ചർച്ചകൾക്ക് ശേഷം തുർക്കി പ്രസിഡന്റ് റജ്ബ് ത്വയ്ബ എർദോഗാൻ കശ്മീർ പ്രശ്നം പരിഹരിക്കുന്നതിന് ഐക്യരാഷ്ട്രസഭയിൽ ഒരു ചർച്ചയ്ക്ക് ആഹ്വാനം ചെയ്തിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അക്കാറയിൽ എർദോഗാനുമായുള്ള കൂടിക്കാഴ്ചയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കശ്മീരിന് തുർക്കിയുടെ അചഞ്ചലമായ പിന്തുണയ്ക്ക് നന്ദി പറയുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. തുർക്കി പാകിസ്ഥാൻ ആയുധം എത്തിച്ചതായി തെളിവില്ലെങ്കിലും പാകിസ്ഥാനുമായുള്ള തുർക്കിയുടെ നയതന്ത്ര സൈനിക ബന്ധങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഊഹാപോഹങ്ങൾ ഈ കരുത്താർജിച്ചത്. ഇന്ത്യ പാക് യുദ്ധം ആസന്നമെന്ന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ ആരാണ് പാകിസ്ഥാന്റെ പുതിയ പങ്കാളി എന്ന ചോദ്യം ഉയർന്നിരിക്കുകയാണ്. ഒരു കാലത്ത് പാകിസ്ഥാന് ആയുധങ്ങളും പണവും നൽകിയിരുന്നത് അമേരിക്കയായിരുന്നു. എന്നാൽ ഇത്തവണ അമേരിക്ക വിട്ടുനിൽക്കുകയാണ്. മാത്രമല്ല സൗദി അറേബ്യ, UAE, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ സമവായത്തിന്റെ പാത സ്വീകരിച്ചിട്ടുമുണ്ട്. അപ്പോഴാണ് പാക്കിന് തുർക്കി ചൈന സഹായം ഒഴുക്കിയത് എന്ന് വ്യക്തമാവുകയാണ്. ചൈന ലോകത്തെ പ്രധാന സൈനിക ശക്തിയുമാണ്. ഇവരുമായുള്ള കൂട്ടാണ് പാകിസ്ഥാന് അനാവശ്യ ധൈര്യം നൽകിയിരിക്കുന്നത്. കശ്മീർ വിഷയത്തിൽ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യക്കെതിരെ നിലപാട് സ്വീകരിച്ച രാജ്യം കൂടിയാണ് തുർക്കി. പഹൽഗാം വിഷയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിനിടയിലാണ് തുർക്കി ചൈന ഷഹബാസ് ഭരണകൂടത്തെ സഹായിച്ച രംഗത്ത് വന്നിരിക്കുന്നത്. പാക് സൈന്യത്തിന്റെ പടക്കോപ്പുകളും മറ്റും കൈകാര്യം ചെയ്യുന്ന രഹസ്യ കേന്ദ്രങ്ങളുള്ള കറാച്ചിയിലാണ് വിമാനം എത്തിയത്. എന്നാൽ കൃത്യമായി തന്നെ വിമാനം എത്തിയത് ഇതിനല്ല എന്ന് പറയുകയാണ് ഇവിടെ ഈ തുർക്കി ചെയ്യുന്നത്. പക്ഷെ തുർക്കി പറയുന്നത് അപ്പാടെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ തൽക്കാലം ഞങ്ങൾക്ക് കഴിയുകയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്.
സാധാരണ ഇത്തരം സൈനിക ഇടപാടുകൾ തുർക്കിയും പാകിസ്ഥാനും നടത്താറുണ്ടെങ്കിലും ഇന്ത്യയുമായി യുദ്ധസാധ്യത നിലനിൽക്കുന്ന ഘട്ടത്തിലുള്ള സഹായം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുമുണ്ട്. പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ പ്രതിരോധ സഹകരണവുമുണ്ട്. തുർക്കിയുടെ ബൈറാക്തർ ഡ്രോണുകൾ പാകിസ്ഥാൻ സൈന്യം കൈകാര്യം ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കാറുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം 6 ഹെർക്കുലീസ് C-130 വിമാനങ്ങൾ കറാച്ചിയിൽ ഇറങ്ങിയിരുന്നു. ബൈറാക്കത്തിന് പുറമെ തുർക്കിയുടെ പുതിയ ലോയിറ്ററിംഗ് ആമ്യൂണിക്കേഷനുകൾ പാകിസ്ഥാൻ വാങ്ങിയെന്നാണ് സംശയം. തുർക്കിയുടെ സൈനിക സരക്കുകൾ എത്തിയ കാര്യം തുർക്കിയും പാകിസ്ഥാനും സ്ഥിരീകരിച്ചെങ്കിലും മറ്റു വിശദീകരണം നൽകിയിട്ടില്ല. സഹായങ്ങൾ ഞങ്ങൾ നൽകിയിട്ടില്ല എന്നും പറയുകയാണ്. യുദ്ധോപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്ന പ്രധാന രാജ്യമാണ് തുർക്കി. ഇതിനു പുറമെ പാകിസ്ഥാന് ചൈന ദീർഘദൂര മിസൈലുകൾ എത്തിച്ചതായും സംശയമുണ്ട്. ഇന്ത്യയുമായി യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് പാകിസ്ഥാൻ എന്ന സംശയം ബലപ്പെടുകയാണ്. അതിർത്തി നിരീക്ഷണത്തിൽ പാകിസ്ഥാൻ ഡ്രോണുകൾ കൈമാറി ചൈന കൂടെയുണ്ട് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു.